നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണപ്പുറം ഫൗണ്ടേഷനും തളിക്കുളം വികാസ് ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സമഗ്ര വയോജന ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. BJP കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ സദസ്സ് സംഘടിപ്പിച്ചു. കയ്പമംഗലം വഴിയമ്പലം ഈസ്റ്റ് വെൽഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈദ് മെഗാ ഫെസ്റ്റ് KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മണപ്പുറം ഫൗണ്ടേഷനും തളിക്കുളം വികാസ് ട്രസ്റ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സമഗ്ര വയോജന ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. തളിക്കുളം വികാസ് ട്രസ്റ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതൊരു കുടുംബം നമ്മൾ പരിശോധിച്ചെങ്കിലും ഞങ്ങൾക്ക് നിരവധി ജനങ്ങളും നിരവധി കുടുംബങ്ങളുമായി ഞങ്ങൾ സമീപിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മരണവീടുകൾ തന്നെ പോകുമ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരച്ഛനെ കാണണം, അല്ലെങ്കിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കാണണം, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ളവരെ കാണണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനപ്പുറത്ത് ഒന്നുമില്ല. വിദേശത്ത് കുറെ പണം ഉണ്ടാക്കി കുട്ടികളുടെയും കുടുംബങ്ങളുടെയും പ്രൗഢി അല്ലെങ്കിൽ അവരുടെ ജീവിതം മാത്രമാണ് ഇന്ന് മനുഷ്യ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്തിലെ 65 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികളുടെ ആരോഗ്യ പരിപാലനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ കർമ്മ പരിപാടികൾ അവതരിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സജു ഹരിദാസ്, മിനി മുരളീധരൻ, PV ഉസ്മാൻ, KS രാജൻ, TR ചന്ദ്രദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. BJP കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ സദസ്സ് സംഘടിപ്പിച്ചു. മതിലകം പൊക്ലായ് സെന്ററിൽ നടന്ന സമ്മേളനം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളംകുഴി ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഏകദേശം 10-25 വർഷക്കാലം 30ഓളം വർഷക്കാലം കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചിരുന്നത്. നമുക്കറിയാം, 65 കൊല്ലത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ നേട്ടത്തിന് ശേഷം ഏകദേശം 58 കൊല്ലക്കാലവും ഭരിച്ചത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അവസാനത്തെ 10 കൊല്ലവും ഭരിച്ചത് അവർ തന്നെയാണ്. ആ ഭരണത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും രാജ്യത്തെ ജനങ്ങൾ ചുരുട്ടിക്കെട്ടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ വേളകളിലൊക്കെ തന്നെ നിരവധി സർവേകൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. നിരവധി സർവേകൾ നമ്മുടെ രാജ്യത്ത് നടന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടില്ലെങ്കിലും NDA സഖ്യം BJP സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, AR ശ്രീകുമാർ, TB സജീവൻ, KG ദിലീപ്, EK രവീന്ദ്രൻ, KA മനോജ്, PS അനിൽകുമാർ, TS പ്രകാശൻ, KR വിദ്യാസാഗർ, ഷിജു വാഴപ്പുള്ളി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വഴിയമ്പലം ഈസ്റ്റ് വെൽഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ധാരാളം രാമച്ചപ്പാടമുള്ള കയ്പമംഗലത്ത് കൈതോലകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ, കുടംപുളി ധാരാളമുള്ള ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഓർക്കാനുണ്ടാകും. നെൽപ്പാടങ്ങളുടെ പച്ചപ്പുകളിലൂടെ നടന്നിരുന്ന ഓർമ്മകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുമുണ്ട്. അത്തരത്തിലൊരു നല്ല കാലത്തെ കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഓർമ്മകൾ എപ്പോഴും ഹൃദ്യമായിരിക്കും. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് TV ചന്ദ്രന്റെ ഒരു പടത്തിലെ പേര്, ആ സിനിമാ പേര് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഓരോ മനുഷ്യനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. യുവതലമുറ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഫേസ്ബുക്കിലും പുതിയ സാങ്കേതിക
കാര്യങ്ങളിലുമൊക്കെ ഞങ്ങളെക്കാൾ എത്രയോ മിടുക്കന്മാരാണ് പുതിയ തലമുറ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷയായി. സിനിമാ താരം ബേസിൽ മുഖ്യാതിഥിയായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, കെ നാസർ, കെ ദേവാനന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൃപ്രയാർ ക്ഷേത്രത്തിൽ ആന അനുസരണക്കേടു കാട്ടി മണിക്കൂറുകളോളം പടിഞ്ഞാറേ നടപ്പന്തലിൽ നിലയുറപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പഴയന്നൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയ ശ്രീരാമൻ എന്ന ആനയാണ് അനുസരണക്കേട് കാട്ടി ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയത്. ചൊവ്വാഴ്ച രാത്രി അത്താഴശീവേലി കഴിഞ്ഞ് സമുദായ മഠം പറമ്പിലേക്ക് തളയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് പടിഞ്ഞാറേ ഗോപുര നടവാതിലിൽ വെച്ച് ആന പിണങ്ങിയത്. ക്ഷേത്രത്തിന് മുൻവശത്തെ ഹോട്ടലിലേക്ക് കയറാൻ ശ്രമിച്ച ആനയെ കണ്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തരായി. തുടർന്ന് പാപ്പാന്മാർ ചേർന്ന് ആനയെ പടിഞ്ഞാറേ നടപ്പന്തലിൽ തന്നെ ആദ്യം വടം ഉപയോഗിച്ചും പിന്നീട് ചങ്ങലയിലും തളയ്ക്കുകയായിരുന്നു. പഴവും മറ്റും നൽകി അനുനയിപ്പിച്ച ശേഷം രാത്രി 10 മണിയോടെയാണ് ആനയെ സമുദായ മഠം പറമ്പിലേക്ക് മാറ്റിത്തളച്ചത്. ഈ സമയം അത്രയും പാപ്പാൻ രാജന് ആനയുടെ പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ പ്രഭാത ശീവേലി കഴിഞ്ഞ് വീണ്ടും ഈ ആന അനുസരണക്കേട് കാട്ടി. ഉടനെ തന്നെ ആനയെ പടിഞ്ഞാറേ നടപ്പന്തലിൽ തളച്ച് അനുനയിപ്പിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം സമുദായ മഠം പറമ്പിലേക്ക് മാറ്റിത്തളയ്ക്കുകയും ചെയ്തു. കൂച്ചുവിലങ്ങിട്ടിരുന്നത് മൂലം ആന അനിഷ്ട സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കിയില്ല. എടത്തിരുത്തി സെന്റ് ആൻസ് ഹൈസ്കൂളിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി PA വർഗീസ് ക്ലാസ് എടുത്തു. കൊച്ചുകുട്ടികൾക്ക് എന്താണ് സ്വകാര്യത എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുള്ള കൊച്ചുകുട്ടികൾ എന്തിനാണ് സ്വകാര്യ മുറിയിലിരുന്ന് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൊതുഹാളിലേ വയ്ക്കാവും. കാരണം കഴുകൻ കണ്ണുകളുമായി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന നിരവധി ഏജൻസികളുണ്ട്, നിരവധി ആളുകളുണ്ട്. അവരുടെ വലയിൽ കുട്ടികൾ വീഴാൻ എളുപ്പമാണ്. കൊച്ചുകുട്ടി സ്വന്തം റൂമിലിരുന്ന് ഇന്റർനെറ്റിൽ കൂടി ലോകത്തോട് സംസാരിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പല കുട്ടികളും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്ന്. പക്ഷെ ഞാൻ പറയുന്നു, ലോകത്തിലുള്ള എല്ലാ ചാരസംഘടനകളും ഇന്റലിജൻസ് ഏജൻസികളും നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനും അങ്ങേ തലത്തിലുള്ള ആൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിലെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും ചാരസംഘടനകളും നിങ്ങളുടെ മൊബൈൽ ഫോൺ വീക്ഷിക്കുന്നുണ്ടാകും. PTA പ്രസിഡന്റ് ബിന്ദു വിൽസൺ, അഡീഷണൽ SI ടോണി, പഞ്ചായത്ത് അംഗം KM മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.